ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്റർ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റിയിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ചോദ്യങ്ങൾ. അതിൽ പാർട്ട് 2 സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യ പോപ്പുലേഷൻ, ഇന്ത്യൻ ജനസംഖ്യയുടെ വലിപ്പവും വളർച്ചയും. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്, ഒന്നാമത്തെ സ്ഥാനം ചൈനയ്ക്ക്. According to the 2011 census, the total population of the country is 121.08 crore. ഇപ്പോൾ സെൻസസ് പ്രകാരം 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 121.08 കോടിയാണ്. ബിറ്റ്വീൻ 1911 സെൻസസ് ആൻഡ് 1921 ഇന്ത്യ ഹാഡ് എ നെഗറ്റീവ് ഗ്രോത്ത്. അപ്പോൾ ഇന്ത്യക്ക് 1911 തുടങ്ങി 21 വരെയുള്ള കാലഘട്ടത്തിലെ നെഗറ്റീവ് ഗ്രോത്ത് ആണുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് ഫെർട്ടിലിറ്റി നമ്മളിപ്പോൾ 0 താഴെയാകുമ്പോൾ എന്ന് പറഞ്ഞു, ജനനനിരക്കും മരണനിരക്കും അത് റീപ്ലേസ്മെൻറ്റ് ലെവലിനേക്കാൾ താഴെ ഫെർട്ടിലിറ്റി റേറ്റ് വരുന്നതാണ് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു. അതിന് കാരണവുമുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് പകർച്ചവ്യാധികൾ, വസൂരി, കോളറ ഒക്കെ വന്നതുകൊണ്ട് ഇത് നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, ഇപ്പോൾ 0.03%, അത്രയും കുറവാണ്. അണ്ടിൽ ദ ഇയർ 1921 ദ പോപ്പുലേഷൻ വാസ് സ്റ്റേബിൾ. ഇപ്പോൾ 21 വരെ പോപ്പുലേഷൻ ഒരുവിധം സ്റ്റേബിളായിട്ട് സ്ഥിരമായിട്ട് നിന്നു പോകുന്നു. അതിനുശേഷം പതുക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെയർ ആഫ്റ്റർ ഇറ്റ് വാസ് നോട്ട്. ഹെൻസ് ദ ഇയർ 1921 ഈസ് കോൾഡ് ആസ് ദ ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ്. അപ്പോൾ ജനസംഖ്യ വർധനവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1921 തുടങ്ങിയാണ്. സോ ദാറ്റ് എ പർട്ടിക്കുലർ ഏജ് ഈസ് നോൺ ആസ് ഗ്രേറ്റ് ഡിവൈഡ്. ഇത് വലിയ വിഭജനത്തിൻ്റെ വർഷം എന്നാണ് അറിയപ്പെടുന്നത്. ബിറ്റ്വീൻ 1921 to 1951 അവർ ആവറേജ് ആനുവൽ ഗ്രോത്ത് വാസ് 1.33%. ഇപ്പം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. 21 തുടങ്ങി 1951 വരെ എന്തായിരുന്നു, 1.33% ജനസംഖ്യ വളർച്ചാ നിരക്ക്. ഇനി സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴോ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗ്രോത്ത് റേറ്റ് പോപ്പുലേഷൻ ഇൻക്രീസ് ടു 2.2%. അത് ഡ്യൂറിങ് ദ പീരീഡ് ബിറ്റ്വീൻ 1961 തുടങ്ങി 81 വരെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി ബെറ്റർ ലിവിങ് കണ്ടീഷൻ വന്നു. അതോടെ ആളുകൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, മരണനിരക്ക് കുറഞ്ഞു. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. In 2014 the growth rate was reduced to 1.25. എന്നാൽ 14 ആയപ്പോഴേക്കും നമ്മൾ ഫാമിലി പ്ലാനിങ് പദ്ധതികളിലൂടെ ഇത് കുറക്കാൻ സാധിച്ചു. ബർത്ത് റേറ്റ് 1.25 ആയി. ജനറൽ അവയർനെസ് എമംഗ് ദ പീപ്പിൾ അബൌട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് പ്രോംപ്റ്റ് ദ പാരൻസ് ടു റെഡ്യൂസ് ദ ഫാമിലി സൈസ്. അതാണ് കാരണം. ഒരു വീട്ടിൽ 8 10 മക്കളുണ്ടായിരുന്ന ആ ഒരു കുടുംബങ്ങൾ അതിനുശേഷമുള്ള തലമുറകൾ 2 കുഞ്ഞുങ്ങൾ എന്നുള്ള ആ രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് 2014 എത്തിയപ്പോഴേക്കും റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചത്. സ്റ്റേറ്റ് ലൈക്ക് ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ ഹാവ് വെരി ഹൈ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. എന്നാൽ ഇന്നും ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിൽ വളരെ ഫലഭൂയിഷ്ടി നിരക്ക്, ഫെർട്ടിലിറ്റി റേറ്റ് ഹൈ ആണ്. Bihar and UP alone will contribute 50% of addition to Indian population. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ വളർച്ചയിലെ 50% ബീഹാറിൽ നിന്നും UPയിൽ നിന്നും മാത്രം വരുന്നതാണ്. അപ്പോൾ കറൻറ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഈസ് 0.99%. 2020 കണക്കാണ്. അപ്പോൾ ഇതനുസരിച്ച് ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇനിയും അത് കുറയാനുണ്ട്. ഇനി അടുത്തത് പ്രായഘടന, ഏജ് സ്ട്രക്ചർ. ഇന്ത്യയിലെ പ്രായഘടന എങ്ങനെയാണ്? നമുക്ക് ഇന്ത്യ ഈസ് ദ യങ്ങസ്റ്റ്, ഇന്ത്യ ഈസ് വൺ ഓഫ് ദി യങ്ങസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയാം. കാരണം എന്താണ്, 1/3 ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ വെർ ഏജ്ഡ് ബിലോ 15. 2020 ഇന്ത്യയിലെ 1/3 ജനത 15 വയസ്സിൽ താഴെയുള്ളവരാണ്. ദ ആവറേജ് ഏജ് ഓഫ് ഇന്ത്യ ഇപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 29 years ഓൾഡാണ് ആവറേജ് ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ആളുകളുടെ പ്രായത്തിൻ്റെ ആവറേജ്.
എന്നാൽ ചൈനയും യു എസ് എയും ഇൻ ചൈന ആൻഡ് the USA the average is 37. ദ വെസ്റ്റേൺ യൂറോപ്യൻ ദ ആവറേജ് ഏജ് വുഡ് ബി 45. കാരണം അവിടെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അവിടെയൊക്കെ കുഞ്ഞുങ്ങൾ അവർ വിവാഹം കഴിക്കുന്നുമില്ല, ലിവിങ് ടുഗെദർ അങ്ങനെയുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇനി വിവാഹം കഴിഞ്ഞവർക്കും കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ആവറേജ് ചെയ്യുമ്പോൾ പ്രായമായവരുടെ എണ്ണമാണ് അവിടെ കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് 45, വൈൽ ജപ്പാൻ വിൽ ഹാവ് 48 ആസ് ഇറ്റ്സ് ആവറേജ്. അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ 29 വയസ്സാണ് ഇന്ത്യയുടെ ശരാശരി പ്രായം. സിൻസ് ഇന്ത്യ ഹാസ് ദ ആവറേജ് ഏജ് ഓഫ് 29, ഇറ്റ് ഹാസ് എ ലാർജ് ആൻഡ് ഗ്രോയിങ് വർക്കിംഗ് പോപ്പുലേഷൻ. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ എക്കണോമിക് ഡിവിഡൻ്റ് ആണെന്ന് പറയാം. കാരണം എന്താണ്? വർക്കിംഗ് പോപ്പുലേഷൻ കൂടുതലാണ്, അതുപോലെ ഡിപ്പെൻഡിങ് പോപ്പുലേഷൻ കുറവാണ്. ചേഞ്ചസ് ഇൻ ഏജ് സ്ട്രക്ചർ റിഡ്യൂസ് ഡിപ്പെൻഡൻസി റേഷ്യോ thereby leading to growth. ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിത നിരക്ക് കുറയുമ്പോൾ ആ രാജ്യം എന്തായാലും പുരോഗതിയിലേക്ക് കുതിക്കും. അതുകൊണ്ട് ഇന്ത്യയും അങ്ങനെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ ആളുകൾ കൂടുതലായതുകൊണ്ടാണത് എക്കണോമിക് പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്. ദിസ് വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് ഇൻ പ്രോസ്പെരിറ്റി ആൻഡ് പ്ലെൻറ്റി. ദിസ് വിൽ ബി എ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഫോർ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുക. ഏജ് സ്ട്രക്ചർ എന്നൊരു ചോദ്യം ചോദിക്കില്ല. ഇന്ത്യ എങ്ങനെയാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് ആണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഏജ് ഒക്കെ പറയണം. ഇനി സെക്സ് റേഷ്യോയുടെ കാര്യത്തിൽ ഇന്ത്യ അല്പം പ്രശ്നത്തിൽ തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ലിംഗാനുപാതം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറയാണ്, സ്ത്രീകളുടെ എണ്ണം കുറയാണ്. സെക്സ് റേഷ്യോ എന്താണ്? സെക്സ് റേഷ്യോ മീൻസ് ജെൻഡർ ബാലൻസ് ഇൻ ദ പോപ്പുലേഷൻ. ലിംഗപരമായ സന്തുലിതാവസ്ഥയാണ് ലിംഗാനുപാതം, സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ പെർ 1000 മെയിൽ. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന കണക്കാണ് ലിംഗാനുപാതം. At the beginning of 20th century, there were 972 female for 1000 males. 1000 പുരുഷന്മാർക്ക് 972 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. അതും കുറവ് തന്നെയാണ്. എങ്കിലും ബട്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് 21st century ആളുകൾക്ക് അല്പം ബോധവൽക്കരണമൊക്കെ കിട്ടിയപ്പോൾ, ആളുകളുടെ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ ഇതൊന്ന് മാറും, മെൻറ്റാലിറ്റി സ്ത്രീകളോടുള്ളത് മാറുമെന്ന് വിചാരിച്ചപ്പോൾ അത് വീണ്ടും താഴോട്ടാണ് പോയത്. ബട്ട് ദ ബിഗിനിങ് ഓഫ് 21st century ഇറ്റ് കെയിം ഡൗൺ ടു 933 ഫീമെയിൽസ് ഫോർ 1000 മെയിൽ. 1000 പുരുഷന്മാർക്ക് 933 സ്ത്രീകൾ എന്ന് പറഞ്ഞ് ആ നിലയിലെത്തി. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കുറവാണ് എന്നതല്ല, അതിന് കാരണങ്ങൾ പലതുണ്ട്. ബട്ട് ദ സെൻസസ് ഓഫ് 2011 ഷോസ് ആൻ ഇൻക്രീസ് ഇൻ സെക്സ് റേഷ്യോ വിത്ത് 940 ഫീമെയിൽസ്. അപ്പോൾ 2011 ആയപ്പോൾ വലിയ വ്യത്യാസമൊന്നും വന്നില്ല, എങ്കിലും 940 ആയിട്ടല്പം ഇൻക്രീസ് ചെയ്തു ഫീമെയിലിൻ്റെ എണ്ണം എന്ന് പറയാം. ഇനി കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാസ് ദ ഹയസ്റ്റ് സെക്സ് റേഷ്യോ വിത്ത് 1084 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. അതായത് കേരളത്തിൻ്റെ ഹയസ്റ്റ് സെക്സ് റേഷ്യോ, ചൈൽഡ് സെക്സ് റേഷ്യോ അല്ല, സാധാരണ ഇപ്പോൾ പ്രായമായ വൃദ്ധയായ സ്ത്രീകളുടെയും കൂടി കണക്കിതിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1084 സ്ത്രീകളുണ്ട് 1000 പുരുഷന്മാർക്ക്. ഇതിൽ പല കാരണങ്ങൾ പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് ആയുസ് കുറവും സ്ത്രീകൾക്ക് ആയുസ് കൂടുതലുള്ളത് കൊണ്ട്, വൃദ്ധകളായ സ്ത്രീകൾ ധാരാളം ഉള്ളത് കൊണ്ടാണ് ഈ റേഷ്യോ. പക്ഷേ ഇവിടെയും കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ആൺകുഞ്ഞുങ്ങളെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇഫ് യു കൺസിഡർ ദ ചൈൽഡ് സെക്സ് റേഷ്യോ, എന്നാൽ ഇത് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ ഒരു 0 to 6 ഇയേഴ്സ് കണക്കെടുക്കുമ്പോഴോ അത് ഡിക്ലൈനിങ് തന്നെയാണ്, ഒരിക്കലും ഒരു സ്ത്രീകൾക്ക് ഫേവറബിൾ അല്ല. ഇഫ് വി കൺസിഡർ ദ ചൈൽഡ് സെക്സ് റേഷ്യോ നമ്പർ ഓഫ് ഫീമെയിൽ പെർ 1000 മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 to 6 ഇയേഴ്സ്, അതിനെയാണ് നമ്മൾ ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. സെക്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ എല്ലാ പ്രായത്തിൽപ്പെട്ട വൃദ്ധകളായ സ്ത്രീകളും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഇത് സെക്സ് റേഷ്യോസ് ഡിക്ലൈനിങ് എന്ന് പറയുന്നു, അത് കണക്കാക്കുന്നു. ഇനി ഈവൻ ഇൻ കേരള, ഇപ്പോൾ നമ്മളിപ്പോൾ 1084 എന്ന് പറഞ്ഞ ആ കേരളത്തിൽ തന്നെ ബെസ്റ്റ് ഓവറോൾ ചൈൽഡ് സെക്സ് റേഷ്യോ ഡസ് നോട്ട് ഡു വെൽ അറ്റ് 963 മാത്രമേ ഉള്ളൂ. 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 963 പെൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ മൊത്തം, ഇത് കേരളത്തിലെ കാര്യമാണ് ഈ പറഞ്ഞത്, ഓവറോൾ ചൈൽഡ് സെക്സ് റേഷ്യോ ഓഫ് ദ കൺട്രി പറയുകയാണെങ്കിൽ 919 ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി മറ്റു സ്റ്റേറ്റുകളിലൊക്കെ കുറവാണ്.
പക്ഷേ ഓവറോൾ എടുക്കുമ്പോൾ ഇത്രയാണ്. കേരളത്തിലെ ശിശു ലിംഗാനുപാതം 963 ആയി കുറയുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം റീ എഡ്യൂക്കേറ്റഡായ കേരളത്തിൽ പോലും പെൺകുഞ്ഞുങ്ങളോടുള്ള മനോഭാവം വ്യത്യസ്തമാണ്. ഇനി റീസൺ ഫോർ ദ ഡിക്ലൈൻ ഇൻ ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. എന്താ കാരണം? അവർ കുറേ പേര് പറയുന്നു പ്രസവിക്കുമ്പോൾ അമ്മമാർ മരിക്കുന്നത് കൊണ്ടാണ് സ്ത്രീകളുടെ അനുപാതം കുറയുന്നതെന്ന്. ചിലവർ പറയുന്നു ലോ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഉള്ളതുകൊണ്ടാണ്, പോഷകാഹാരക്കുറവുള്ളത് കൊണ്ടാണ് സ്ത്രീകൾ പലരും മരിച്ചൊക്കെ പോകുന്നു. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്, ആളുകൾക്ക് ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണ് പെൺകുഞ്ഞുങ്ങളെ അധികം സ്വീകരിക്കാത്തത്. നെഗ്ലക്റ്റ് ഓഫ് ഗേൾ ബേബീസ് ഇൻ ഇൻഫൻസി, കുഞ്ഞായിരിക്കുമ്പോൾ ശിശുക്കളെ അധികം കെയർ ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അസുഖമൊക്കെ വന്ന് വേഗം മരിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ ചൈൽഡ് സെക്സ് റേഷ്യോ കുറവ്. അതുപോലെ സെക്സ് സ്പെസിഫിക് അബോർഷൻ, ഭ്രൂണഹത്യ, അതായത് സോണോഗ്രഫി എന്ന് പറയുന്ന മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ലിംഗം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും സെക്സ് മനസ്സിലാക്കിയിട്ട് അബോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്ന് കില്ലിംഗ് ഓഫ് ഗേൾ ബേബീസ് ഡ്യൂ ടു ദ റിലീജിയസ് ഓർ കൾച്ചറൽ ബെനിഫിറ്റ്, മതപരവും സാംസ്കാരികപരവുമായ ചില വിശ്വാസങ്ങൾ കൊണ്ട് പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. ഇനി സോണോഗ്രഫി എന്നുള്ളൊരു ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് സ്ത്രീകൾക്ക് സെക്സ് റേഷ്യോ കുറയുന്നത്. ബിക്കോസ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ഹെൽപ്പ് അബോർഷൻ ഓഫ് ദ ഫീമെയിൽ ഫ്യൂറ്റസ്. ഇതൊക്കെയാണ് ചൈൽഡ് സെക്സ് റേഷ്യോ കുറയാനുള്ള കാരണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ വർഷവും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. ഇനി വാട്ട് ഈസ് ലിറ്ററസി? ഇത് 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യമേ സാധാരണ വരാറുള്ളൂ. അപ്പോൾ എങ്കിലും ഒന്ന് വിട്ടുകളയേണ്ട, അത് പഠിച്ചേക്ക്. ലിറ്ററസി ഈസ് ദ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. എന്തെങ്കിലും ഒന്ന് എഴുതുക, പടം വരയ്ക്കുന്ന പോലെ എഴുതുകയല്ല, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഷ എഴുതുവാനും വായിക്കുവാനുള്ള കഴിവാണ് ലിറ്ററസി. അത് എംപവർമെൻറ്റിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സാക്ഷരത ശാക്തീകരണത്തിൻ്റെ ഒരു ഉപാധിയാണ്. ഇപ്പോൾ ലിറ്ററസി റേറ്റ് അനുസരിച്ചിട്ടാണ് ഇറ്റ് റിവീൽസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ, സോഷ്യൽ സ്റ്റാറ്റസ് എൻജോയ് ബൈ വിമൻ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് ഈവൻ ഡിഫറെൻറ്റ് പോളിസീസ് ഓഫ് ഗവൺമെൻറ്. ഇതൊക്കെ റിവീൽ ചെയ്യുന്നത് നമ്മൾ ലിറ്ററസി റേറ്റ് നോക്കിയിട്ടാണ്. ലിറ്ററസി ഈസ് ബോത്ത് ദ കോസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. According to 2011 census, literacy level was 93.91% in Kerala. അപ്പോൾ കേരളത്തിലെ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്, 93.91 ആണ്. മിസോറാമിലെ പെർസെൻറ്റേജ് 91.58 ആണ്. ഇനിയിപ്പോൾ നാഷണൽ ലിറ്ററസി റേറ്റ് എടുക്കുകയാണെങ്കിൽ 2011 സെൻസ് നോക്കുകയാണെങ്കിൽ ആഗോളമല്ല ഇന്ത്യയുടെ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 74.04 ആണ്. അപ്പോൾ ഇതാണ് ലിറ്ററസി റേറ്റ്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി റൂറൽ ഏർബൻ ഡിഫറൻസസ്. റൂറൽ ഏർബൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യയിലെ. അപ്പോൾ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ലാൻഡ് ഓഫ് വില്ലേജസ് ആണ്. നമുക്ക് ഏകദേശം ഒരു 72% ഗ്രാമങ്ങളാണ്. അതുപോലെ തന്നെ നഗരങ്ങൾ പറയുമ്പോൾ ഏകദേശം 27 പോയിൻറ്റ് സംതിങ് ആണ് പറയണത്. ഇപ്പോൾ 2011 സെൻസസ്, അക്കോർഡിംഗ് ടു 2011 സെൻസസ് 72.18 ലീവ്സ് in villages and 27.87% live in urban area. ഇപ്പോൾ റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചർ ഈസ് ദ മെയിൻ ആക്ടിവിറ്റി ഇൻ റൂറൽ ഏരിയ. കൃഷി, ആളുകൾ കൃഷിസ്ഥലങ്ങൾ ഉപയോഗിച്ച് സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി ഫോർ ബെറ്റർ ലൈഫ്. ബട്ട് പീപ്പിൾ മൈഗ്രേറ്റ് ടു ദ സിറ്റീസ് ഫോർ ദെയർ ബെറ്റർ ലൈഫ്, ഫോർ ബെറ്റർ എഡ്യൂക്കേഷൻ, ഫോർ ബെറ്റർ ജോബ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതിനൊക്കെ വേണ്ടി. ഇനി ദ മാസ് മീഡിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് ദ റൂറൽ പീപ്പിൾ അവെയർ ഓഫ് ദ urban ഏരിയ. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് മാസ് മീഡിയ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് മോഡേൺ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹാസ് റെഡ്യൂസ്ഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കൺട്രി സൈഡ് ആൻഡ് ദ സിറ്റീസ്. നഗരങ്ങളും ഗ്രാമങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു അകലം കുറച്ചു. കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ് ഉണ്ട്, അതുപോലെയുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ദെൻ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ട് വേഗം ബസ് കയറി അവിടെ എത്താം. അങ്ങനെയുള്ള അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചു. അൺഎംപ്ലോയിഡ് ആൻഡ് അണ്ടർ എംപ്ലോയിഡ് വില്ലേജസ് മൈഗ്രേറ്റഡ് ടു സിറ്റി.
തൊഴിലില്ലാത്തവരും അല്ലെങ്കിൽ സ്വന്തം പഠന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടാത്തവരും, അവർ അണ്ടർ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ക്വാളിഫിക്കേഷൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു സ്കൂളിലെ പിയൂണായിട്ട് ജോലി ചെയ്യുന്നത്, ഇതൊക്കെ അണ്ടർ എംപ്ലോയിഡ്. ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, പക്ഷെ അവരുടെ കഴിവിനനുസരിച്ച് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചല്ല ജോലിയുള്ളത്. ഇതിനാണ് അണ്ടർ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ഗ്രാമീണരെ ബെറ്റർ ജീവിത സാഹചര്യത്തിന് വേണ്ടി അവർ നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. കാരണം എന്താണ്? ഗ്രാമങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഡ്യൂ ടു ലാക്ക് ഓഫ് ഗ്രേസിങ് ലാൻഡ്. അവിടെ കന്നുകാലികളെ മേയ്ക്കാനായിട്ട് അവിടെ പുല്ലുകളില്ല. ഫോറസ്റ്റ് ആൻഡ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. അവിടെ ഭൂമിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ നാടുകളിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറി. അനദർ അട്രാക്ഷൻ ഈസ് ദ അനോണിമിറ്റി. അവിടെ അപരിചിതത്വം അതൊരു വലിയൊരു അട്രാക്ഷനാണ്. കാരണം അവിടെ നോ വൺ നോ ബൈ ഹിസ് കാസ്റ്റ്. അവിടെ ആരും അവരുടെ ജാതി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവില്ല ഇൻ ദ സിറ്റി. ഇൻ റൂറൽ ഏരിയ ലോവർ കാസ്റ്റ് പീപ്പിൾ ഹാസ് ടു ഫേസ് ഹ്യൂമിലിയേഷൻ, ഇൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ അപ്പർ കാസ്റ്റ്. അപ്പർ കാസ്റ്റിൻ്റെ അധിക്ഷേപങ്ങൾ, അവരുടെ മോശമായ അവഹേളനങ്ങൾ, ഇതൊക്കെ അവർ സഹിക്കേണ്ടിയിരുന്നു ഗ്രാമങ്ങളിൽ. പക്ഷേ നഗരങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ ജാതി ആരും അറിയുന്നില്ല. ഇൻ ദ സിറ്റി നോ വൺ ഈസ് നോട്ട് ഫോർ ഹിസ് കാസ്റ്റ് ബട്ട് ഫോർ ഹിസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഒരു റെസ്പെക്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ആളുകൾ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് പോയി. പീപ്പിൾ ഹൂ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് ക്യാൻ പിക്ക് അപ്പ് എനി ജോബ് ദേ ലൈക്ക് ഇൻ അർബൻ ഏരിയ ബിക്കോസ് ഓഫ് അനോണിമിറ്റി. ആരും അറിയില്ല, തിരിച്ചറിയില്ല. നഗരങ്ങളിൽ പോയി എന്ത് ജോലി ചെയ്താലും ഒരു കുഴപ്പമില്ല, ആരും അറിയാൻ പോകുന്നില്ല എന്നുള്ള ചിന്ത. എന്നാൽ നാട്ടിൻ പ്രദേശത്ത് ആ ജോലി ചെയ്യുമ്പോൾ അല്പം കുറച്ചിലാണ്. ഹയർ കാസ്റ്റ് വെർ ഓൾസോ ഏബിൾ ടു ഫൈൻഡ് ജോബ്. അതുപോലെ ഈ ഹയർ കാസ്റ്റിനും പ്രശ്നമുണ്ട്. അവർക്ക് അവരുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ച് ജോലിയൊന്നും നാട്ടിൽ കിട്ടുന്നില്ല. അപ്പോൾ അവർ നഗരത്തിൽ പോയി എന്ത് കൂലിപ്പണി ചെയ്യാൻ അവർ റെഡിയായി. ഓർ ക്യാൻ ടേക്ക് അപ്പ് ലോ സ്റ്റാറ്റസ് വർക്ക് വേണമെങ്കിൽ ചെയ്യാം, വിച്ച് ദേ കുഡ് നോട്ട് ഡു ഇൻ ദ വില്ലേജ്. അവരുടെ ഗ്രാമത്തിലെ അവരുടെ ഉയർന്ന ജാതിക്കാർക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഗ്രാമങ്ങളും ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഏരിയാസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ദ പോപ്പുലേഷൻ പോളിസി ഇൻ ഇന്ത്യ. എന്തിനാണ് പോപ്പുലേഷൻ പോളിസി? അതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇൻ 1952 ദ നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, അതായത് NFPP വാസ് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ 1952 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനാണിത് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്? ഫാമിലി പ്ലാനിങ്ങിന് തന്നെ, ടു കൺട്രോൾ ദ ബർത്ത് കൺട്രോൾ. അതുപോലെ കുടുംബാസൂത്രണ പദ്ധതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജനസംഖ്യ നയമാണിത്. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് എന്താണ്? ടു കൺട്രോൾ ദ പോപ്പുലേഷൻ ഗ്രോത്ത് ത്രൂ ബർത്ത് കൺട്രോൾ മെത്തേഡ്. അപ്പോൾ ജനന നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് ജനസംഖ്യയെ നിയന്ത്രിക്കുക. രണ്ടാമത്തത് എന്താണ്? ടു ഗീവ് അവയർനെസ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഓവർ പോപ്പുലേഷൻ. ജനസംഖ്യ വളർച്ചയുടെ ദോഷത്തെക്കുറിച്ച് അവർക്ക് അറിവ് നൽകുക. ഇനി 1966 ഒരുപാട് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ്സ് കൺസേണിങ് ദ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ടുക്ക് പ്ലേസ്. അപ്പം അങ്ങനെ ഒരുപാട് കുടുംബാസൂത്രണ പദ്ധതികൾ എടുത്തു. ഗവൺമെൻറ് പ്രൊപ്പോസ്ഡ് ലെജിസ്ലേഷൻ ടു റേസ് ദ ഏജ് ഓഫ് മാരേജ് ടു 18 ഫോർ ഗേൾസ് 24 ഫോർ ബോയ്സ്. അപ്പോൾ 21 ഫോർ ബോയ്സ്, 21 വയസ്സ് ആൺകുട്ടികൾക്ക്, 18 വയസ്സ് പെൺകുട്ടികൾക്കായിട്ട് അവരുടെ പ്രായപരിധി, വിവാഹത്തിനുള്ള പ്രായം ഉയർത്തി. അപ്പോൾ അതോടെ കുറച്ച് അതിനു മുമ്പുള്ള ഗർഭധാരണമൊക്കെ തടയാം. ദ ഫാമിലി പ്ലാനിംഗ് സഫേർഡ് എ സെറ്റ് ബാക്ക് ഡ്യൂറിങ് ദ ഇയേഴ്സ് നാഷണൽ എമർജൻസി പീരീഡ്. ഇപ്പോൾ 1975-6 എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലമാണ്. ഈ കാലഘട്ടത്തിലെ ഫാമിലി പ്ലാനിങ്ങിന് ഒരു തിരിച്ചടി കിട്ടി. കാരണം വേറൊന്നുമല്ല, ഈ കാലഘട്ടത്തിൽ പ്രസ്സിനെ നിരോധിച്ചു. ഓൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ ടേക്കൺ അവേ. അവരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. പ്രസ്, പത്രമാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു മാസ് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. മാസ് സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം വാസ് ഇൻട്രൊഡ്യൂസ് ടു കൺട്രോൾ പോപ്പുലേഷൻ. ഒരു ഏകാധിപത്യം പോലെ ജനങ്ങളെ നിർബന്ധപൂർവം പിടിച്ചുകൊണ്ടുപോയി വന്ധീകരണം ചെയ്യുന്ന ഒരു രീതി വന്നു. അത് ചോദ്യം ചെയ്യുന്നവരെ അത് വിലക്കുക. കാരണം
അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നിയന്ത്രിക്കുക. അതിലൂടെ സ്ത്രീകൾക്ക് ഇൻ ദിസ് ട്യൂബക്ടമി വാസ് പെർഫോംഡ് ഫോർ വിമൻ, സ്ത്രീകളെ ട്യൂബക്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. അതുപോലെ പുരുഷന്മാരെ വാസക്ടമി എന്ന ശസ്ത്രക്രിയക്ക് വിധേയമാക്കി. അത് ആയിരക്കണക്കിന് ആളുകളെയാണ് പിടിച്ചുകൊണ്ടുപോയിട്ട് അവർക്കൊന്നും പ്രതികരിക്കാൻ സാധിച്ചില്ല. തൗസൻഡ്സ് ഓഫ് പുവർ ആൻഡ് പവർലെസ് പീപ്പിൾ വെർ ഫോഴ്സിബിളി സ്റ്റെറിലൈസ്ഡ്. അപ്പം നിർബന്ധപൂർവ്വം അവരെ വന്ധീകരിച്ചു. അങ്ങനെ ജനസംഖ്യ, ഇന്ത്യയിലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്, അത് കുറക്കണം എന്നുള്ളത് കൊണ്ട്. നെക്സ്റ്റ് ഗവൺമെൻറ് പക്ഷേ അതുകൊണ്ട് തന്നെ വളരെ പ്രശ്നമായി, അതിനെതിരെ പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു. അപ്പോൾ നെക്സ്റ്റ് ഗവൺമെൻറ് ആഫ്റ്റർ എമർജൻസി ഗേവ് അപ്പ് ദ പ്രോഗ്രാം. അപ്പോൾ ആ കാലഘട്ടത്തിലെ ഉയർന്നു വന്ന ഗവൺമെൻറ്, അപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് അധികാരം നഷ്ടപ്പെട്ടു ഇലക്ഷനിൽ. അത് കഴിഞ്ഞ് വന്ന ഗവൺമെൻറ് ആദ്യം തന്നെ ചെയ്തത് ഈ പദ്ധതി നിർത്തിവെക്കുകയാണ് ചെയ്തത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം വാസ് റീനെയിംഡ് ആസ് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം എന്ന പേരിൽ ഈ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമിൻ്റെ പേരിട്ടിട്ട് വന്നു. ഇതിലൊരു കാരണമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് മാത്രം അവിടെ വന്ധീകരണ ശസ്ത്രക്രിയക്ക് വിധേയമായാൽ മതി, ആരും നിർബന്ധിക്കാൻ പാടില്ല. അതും അവരുടെ ഒരു സമ്മതപത്രം അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധം. ഇൻ ദിസ് പീപ്പിൾ കുഡ് ഓൺലി ബി സ്റ്റെറിലൈസ്ഡ് ഇഫ് ദ പീപ്പിൾ എഗ്രി ടു ഡു ഇറ്റ് ആൻഡ് ദെയർ സിഗ്നേച്ചർ ഇസ് നീഡഡ്. അപ്പോൾ അതിനെ അനുവാദപത്രം വാങ്ങിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് 1952 തുടങ്ങിയ പോപ്പുലേഷൻ പോളിസി അത് അവസാനിച്ചത് 75 ഇങ്ങനെയൊക്കെയാണ്. ഇനി അത് ഈ പേരിൽ അങ്ങ് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അത് 2000 വന്നപ്പോൾ നാഷണൽ പോപ്പുലേഷൻ പോളിസി ഒന്ന് പുതിയ തലത്തിലേക്ക് എത്തി. അതിൻ്റെ ലക്ഷ്യം എന്താണ്? 2045 ആകുമ്പോഴേക്കും ഒരു സ്റ്റേബിൾ പോപ്പുലേഷൻ ഉണ്ടാക്കുക. ഇറ്റ്സ് എയിം അറ്റ് സ്റ്റേബിൾ പോപ്പുലേഷൻ ബൈ 2045. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യക്ക് ഇതിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യാപരമായ നേട്ടങ്ങൾ, ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യസ് ഡെമോഗ്രഫിക് അച്ചീവ്മെൻറ്റ് ഫോക്കസ് ഏരിയയിലുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ബർത്ത് റേറ്റ് കുറക്കാൻ സാധിച്ചു. ജനനനിരക്ക്, ഈ പോപ്പുലേഷൻ പോളിസി കൊണ്ട് ബർത്ത് റേറ്റ് കെയിം ഡൗൺ ഫ്രം 40.8. 1951 40.8 ആയിരുന്ന ജനനനിരക്ക് 2004 ആയപ്പോഴേക്കും 24.1 ആക്കി കുറക്കാൻ സാധിച്ചു. അതുപോലെ ശിശു മരണനിരക്കും കുറക്കാൻ സാധിച്ചു. 146 കുഞ്ഞുങ്ങളാണ് 1951 മരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് 2004 ആയപ്പോൾ 1058 കുറക്കാൻ സാധിച്ചു. അതുപോലെ ക്രൂഡ് ഡെത്ത് റേറ്റ്, മരണനിരക്ക്, അത് 51 25 ആയിരുന്നെങ്കിൽ 2004 അത് 7.5 കുറക്കാൻ സാധിച്ചു. ഇനി ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം, 51 37 വയസ്സ് മാത്രം ആയിരുന്നു ആയുർദൈർഘ്യം. അത് കഴിയുമ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും അസുഖം വരികയോ ദാരിദ്ര്യം മൂലമോ ക്ഷയം ഒക്കെ വന്നൊക്കെ മരിക്കുമായിരുന്നു. പക്ഷേ അത് ഏകദേശം 2004 ആയപ്പോഴേക്കും അത് 62 ഇയറായിട്ട് 62 വയസ്സായിട്ട് കൂട്ടാൻ സാധിച്ചു. ഇനി ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറക്കാൻ സാധിച്ചു. 6 ആയിരുന്നു റേറ്റ് 1951. പക്ഷെ അത് 2004 ആയപ്പോൾ 3 ആക്കി കുറക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ അച്ചീവ്മെൻറ്റ്. അപ്പോൾ അതോടെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ്, ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഏകദേശം ഒരു 20, ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.